ഹായ് ഓൾ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ്. എല്ലാവർക്കും അറിയാം മധുരക്കിഴങ്ങിനെ കുറിച്ച്, പക്ഷേ നമ്മൾ ഇതുവരെ കഴിച്ച രീതിയല്ല. ഇതൊരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മധുരക്കിഴങ്ങ് എടുക്കുക, നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം പറ്റുമെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട്, ഇച്ചിരി ഹാർഡായിരിക്കും എങ്കിലും പറ്റുമെങ്കിൽ അതൊന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുകയാണ്. പെട്ടെന്ന് പണി കഴിയും, നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. മൈക്രോവേവ് ഓവനിൽ ഒരു 10 തുടങ്ങി 15 മിനിറ്റ് വരെ അതിന്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എയർ ഫ്രയർ ഉപയോഗിച്ചും ചൂടാക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഒരു 2 സ്പൂൺ ബട്ടർ ഞാനിവിടെ മെൽറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഇത് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളം എല്ലാം നന്നായിട്ട് വലിഞ്ഞ് അതിന്റെ തൊലി നന്നായിട്ട് സെപ്പറേറ്റ് ആയി അതിന്റെ അകത്ത് നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടും. അത് നമ്മൾ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് പൊളിച്ചു കൊടുക്കണം. ഇതെല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണ്. ഷുഗർ രോഗികൾക്കും മറ്റുള്ളവർക്കും എല്ലാം ഒരുപാട് നല്ല ഒരു ഗുണം ചെയ്യുന്ന ഒന്നാണ്. ആക്ച്വലി ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷേ ഇതുപോലെ ബട്ടർ ഇട്ട് കൊടുത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ ബട്ടറിനകത്ത് ആവശ്യത്തിനുള്ള ഫാറ്റ് ഉണ്ട്. അതുപോലെ ഇതിന്റെ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവായതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നേരത്തെ ഫുഡായി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിന്റെ ഗുണങ്ങൾ ഒരുപാടാണ്. ഇത് നല്ലൊരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ കണ്ണിനും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനും എല്ലാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ തരുന്നതാണ്. അതുപോലെ വൈറ്റമിൻ എന്റെ പവർ ഹൗസ് തന്നെയാണ് ഇത്. അതുപോലെ ഇതിൽ കാർബോഹൈഡ്രേറ്റ് ഒത്തിരി കുറവാണ്, വെറും 20% ഇതിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളൂ. പക്ഷേ റാഗിയിലും നമ്മുടെ റൈസിലും മറ്റുള്ള ധാന്യങ്ങളിലും എല്ലാം കാർബോഹൈഡ്രേറ്റിന്റെ അളവ് 70 തുടങ്ങി അതിന് മുകളിലോട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് ഒത്തിരി കാർബോഹൈഡ്രേറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ഇത് ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ്. കാർബോഹൈഡ്രേറ്റ് കുറവുമാണ്. അതുപോലെ ബട്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ആവശ്യത്തിനുള്ള കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് 2 എണ്ണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നേരം നമ്മുടെ ഭക്ഷണം സ്കിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ അധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിനകത്തുള്ള ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഇത് അകത്തു നിന്ന് സ്കൂപ്പ് ചെയ്തെടുത്ത് ഇത് കഴിക്കാവുന്നതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാം. അതുപോലെ മറ്റൊരു രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു സ്റ്റീമർ എടുത്ത് വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് ഈ മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. അത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായി വെന്തതിന് ശേഷം നമ്മൾ ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് നല്ലതായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് അരിഞ്ഞെടുക്കണം. വട്ടത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലോ അരിഞ്ഞ് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. ഒരു 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് 2 വശവും നന്നായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കണം. ടോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി ജസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ മുകളിൽ അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ഫുഡ് എന്ന് പറയാൻ കാരണം പഠനങ്ങൾ ഈ മധുരക്കിഴങ്ങിനെ സൂപ്പർ ഫുഡ് എന്നാണ് തെളിയിച്ചിരിക്കുന്നത്. ഇതിൽ ആവശ്യത്തിന് മാത്രം കാർബോഹൈഡ്രേറ്റ് ഉള്ളൂ. അതുപോലെ ഡൈജഷന് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ബട്ടർ ഉപയോഗിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഉപ്പിന്റെ ആവശ്യമില്ല. ബട്ടറിൽ ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമായ കാർബോഹൈഡ്രേറ്റും ഫൈബറും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സൂപ്പർ ഫുഡ് എന്നാണ് ഇതിനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചു നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. മെൽഫി ഫ്രം കൊൽക്കത്ത.